നമസ്കാരം. ഇന്ന് വളരെ രുചികരവും ആരോഗ്യകരവുമായ മുരിങ്ങയിലക്കറി എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് കാണിക്കാം. വീഡിയോ മുഴുവൻ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. ചക്കക്കുരുട്ട് വെച്ച മുരിങ്ങയിലക്കറി, വെരി ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഫുഡ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കറിക്ക് ആവശ്യമായ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഇലയെ ഊരി എടുക്കണം. അപ്പോൾ ഇതേമാതിരി നമ്മൾ മുരിങ്ങയിലയെ ഊരിയെടുക്കണം. ഈ കറിയിൽ നമ്മൾ പരിപ്പ് എടുക്കുന്നില്ല, പകരം ചക്കക്കുരു മാത്രമാണ് എടുക്കുന്നത്. ഇത് കുക്കറിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് കഴുകി വെച്ച ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു തക്കാളി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഒപ്പം 2 പച്ചമുളകും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ചീനമുളകാണ്. ചീനമുളക് ഇല്ലാത്തവർക്ക് പച്ചമുളക് ഇടാം. തക്കാളി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കുക്കറിനകത്ത് ചക്കക്കുരു നമ്മൾ ആദ്യം കഴുകിയിട്ടിട്ടുണ്ട്. പിന്നെ അതാ ഒരു തക്കാളി, പച്ചമുളക് നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. കറിയിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞു. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കറണ്ട് അടുപ്പാണ്. അപ്പോൾ നമ്മളിതിൻ്റെ സ്വിച്ചൊക്കെ കറക്റ്റ് നമ്മൾ സെറ്റ് ചെയ്യാം. ഇത് വേവാനായിട്ട് 3 വിസിലാണ് വരേണ്ടത്. അപ്പോൾ നമ്മുടെ 1ാമത്തെ വിസിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 വിസിലും കൂടെ വരണം. അപ്പോൾ 2ാമത്തെ വിസിലും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് 3ാമത്തെ വിസിലും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കാം. മൂന്നാമത്തെ വിസിലും വന്നു കഴിഞ്ഞു. ഇനി ഈ കറിയിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം അരച്ച് ചേർക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. അതിൽ 2 ചുവന്നുള്ളിയും കുറച്ച് ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് പാകത്തിന് വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുക്കണം. അപ്പോൾ തേങ്ങ അരച്ചത് അവിടെ റെഡിയാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് നമ്മൾ ചക്കക്കുരു വേവിച്ച് വെച്ച കുക്കർ നമുക്ക് തുറക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മുടെ കഴുകി വെച്ച മുരിങ്ങയില ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഒക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് കട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചക്കക്കുരു ഉടച്ചു കൊടുക്കാം. നമ്മൾ പരിപ്പ് ഇട്ടിട്ടില്ലല്ലോ, അതിന് പകരം നമുക്ക് ചക്കക്കുരു ഒന്ന് ഉടച്ചു കൊടുക്കാം. നമുക്ക് കഴുകി വെച്ച മുരിങ്ങയില ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയിലയിൽ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് വെരി ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഫുഡ് തന്നെയാണ്. ഇത് കിട്ടുമെങ്കിൽ ഇടയ്ക്കൊക്കെ എല്ലാവരും കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി മുരിങ്ങയില ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പൊന്ന് ഓൺ ചെയ്തിട്ട് മുരിങ്ങയില അതിൽ കിടന്നൊന്ന് തിളയ്ക്കണം. 2 തിള വന്നാൽ തന്നെ ഇത് വേവും. മുരിങ്ങയിലയ്ക്ക് അധികം വേവൊന്നും ഇല്ലാത്ത സാധനമാണ്. ജസ്റ്റ് 2 തിള തിളച്ചാൽ തന്നെ നമ്മുടെ മുരിങ്ങയില അതിൽ കിടന്നിട്ട് വേവും. ജസ്റ്റ് ഒന്ന് നമ്മുടെ അതിൻ്റെ കുക്കറിൻ്റെ അടപ്പൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുരിങ്ങയില പെട്ടെന്ന് വേവുന്ന സാധനമാണ്. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. ഇനി നമ്മുടെ നാളികേരം അവിടെ അരച്ച് വെച്ചിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ മുരിങ്ങയിലൊന്ന് അതിൽ കിടന്ന് വെന്തതിന് ശേഷം കൂടുതൽ തിളയ്ക്കേണ്ട ആവശ്യമില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് അത് വേവുന്നത് വരെ വെച്ചതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച് നാളികേരം അതിൽ ചേർക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നാളികേരം ചേർത്ത് വെച്ചത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കട്ടിയിൽ അരച്ചതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. നാളികേരം കഴിഞ്ഞാൽ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി നമുക്ക് വറവിടണം. അതിന് വേണ്ടി ചീഞ്ചട്ടി വയ്ക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ കറിയെ കുക്കറിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ഒരു കയ്യിൽ നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ഇനി നമുക്ക് ചീഞ്ചട്ടിയിൽ നിന്ന് ആ കറിയെ ഇതിലേക്ക് തന്നെ ഒഴിക്കാം. അപ്പം നമ്മുടെ കറി വറവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഫൈനലി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിയെ ഒരു പാത്രത്തിലോട്ട് വിളമ്പാം. ഇന്നത്തെ മുരിങ്ങയിലക്കറി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനി പുതിയ റെസിപ്പികളുമായിട്ട് നമുക്ക് വരും വീഡിയോസിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.